4 വർഷം മുമ്പുണ്ടായ വാഹനാപകടമാണ് ട്രെയിലർ ഡ്രൈവറായ കായംകുളം സ്വദേശി സോമശേഖരന്റെ ജീവിതം മാറ്റിമറിച്ചത്. റിയാദിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഓടിച്ച ട്രെയിലർ ഇടിച്ച് പാകിസ്ഥാൻ സ്വദേശി മരിച്ചു. ഇറങ്ങുന്നിടത്ത് റോഡരികിൽ നിർത്തിയിട്ട ഡൈന ലോറി നന്നാക്കുകയായിരുന്നു പാകിസ്ഥാൻ സ്വദേശിയായ ഡ്രൈവർ. അലാറം ഇടാതെ റോഡരികിൽ വണ്ടി നിർത്തിയിട്ട് അറ്റകുറ്റപ്പണി നടത്തുകയായിരുന്നു ഇയാൾ. പിഴവ് മരിച്ചയാളുടേതായതിനാൽ ഇൻഷുറൻസ് ലഭിക്കില്ല. ഇതോടെ അപകടത്തിന്റെ ഉത്തരവാദിത്തം സോമശേഖരൻ ഏറ്റെടുത്തു. ഇൻഷുറൻസ് അടക്കമുള്ള മുഴുവൻ രേഖകളും കയ്യിലുണ്ടെന്ന ധൈര്യത്തിലായിരുന്നു ഇത്. എന്നെ പോലീസ് കസ്റ്റഡിയിലാകുകയും ഞാൻ എൻ്റെ ഡോക്യുമെൻസും എല്ലാം തന്നെ അപ്പോൾ വാലിഡും ആയിരുന്നു, ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ 100% തെറ്റുകാരനാണെന്ന് പറഞ്ഞ്, കാരണം ഇൻഷുറൻസിൻ്റെ പൈസ അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നു ഇൻഷുറൻസ് പൈസ തരില്ല, അണ്ടർ കസ്റ്റഡിയാണെന്ന് പറഞ്ഞു. എന്നാൽ ഇദ്ദേഹം ഓടിച്ചിരുന്ന വാഹനം സ്പോൺസറുടെ ഭാര്യയുടെ പേരിലാണെന്ന് കണ്ടെത്തി ഇൻഷുറൻസ് കമ്പനി തടിയൂരി. തുടർന്ന് സ്പോൺസറും കൈവിട്ടതോടെ 1.5 വർഷം ജയിലിലായി. സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് ഇപ്പോൾ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുകയാണ്. 3 ലക്ഷം റിയാലാണ് പാകിസ്ഥാൻ കുടുംബത്തിന് കോടതി ദിയാധനമായി വിധിച്ചത്. ഒപ്പമുള്ള ഡ്രൈവർമാർ സഹായിക്കാൻ തയ്യാറായി രംഗത്ത് വന്നെങ്കിലും ഇത്രയും വലിയ തുക എങ്ങനെ കണ്ടെത്താനാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ. സാജിദ് ആറാട്ടുപുഴ, മീഡിയ 1, ദമാം.